ഹലോ, നമസ്കാരമുണ്ട്. ഇന്നത്തെ സ്ക്രിബിൾഡ് ബെഞ്ചിൻ്റെ വീഡിയോ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കിന്ന് സ്വാതന്ത്ര്യദിനത്തിനും റിപ്പബ്ലിക് ഡേക്കും ഗാന്ധി ജയന്തിക്കുമൊക്കെ സ്കൂളിലേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളൊരു DIY ഐഡിയ നോക്കിയാലോ? ഞാനിന്നത് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ദേശീയ പതാക തീമാക്കിയിട്ടുള്ള ഒരു ഫ്ലവറാണ്. വളരെ സിമ്പിളായ ഒരു ഫ്ലവറാണിത്. അങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ: 2 A4 ഷീറ്റ് വേണം, ഒരു ഫെവിക്കോൾ വേണം, ഒരു ബ്ലൂ കളർ സ്കെച്ച് പെൻ വേണം, ഒരു പെൻസിൽ വേണം, പിന്നെ ഒരു ചെറിയ സ്കെയിലിന് ചെറുതായാലും വലുതായാലും കുഴപ്പമില്ല, ഒരു കത്രിക, പിന്നെ വേണ്ടതൊരു ക്രയോണാണ്. ക്രയോണിൻ്റെ ഒരു ബോക്സ് വേണം, അതേപോലെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വേണം. ഇത് കൂടാതെ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കറോ അല്ലെങ്കിൽ ഒരു സ്റ്റേപ്ലറോ കൂടെ വേണം. പിന്നെ വേണ്ടത് നമുക്കൊരു റൗണ്ട് വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനമാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു പേപ്പർ കപ്പാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ മൂടിയോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ 2 A4 ഷീറ്റ് പേപ്പർ നമ്മൾ എടുത്തിരുന്നില്ലേ, അത് രണ്ടും ഒന്നിച്ച് ചേർത്ത് ഒരേ ലെവലാക്കിയിട്ട് അതിൻ്റെ നടുവിലൊരു മടക്കുക. കറക്റ്റ് നടുവിൽ അറ്റൊക്കെ ചേർത്ത് വെച്ചിട്ടത് മടക്കുക. കണ്ടില്ലേ? ഞാനിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് 2 A4 ഷീറ്റ് ഞാൻ 2 സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇതിൽ ഒരു A4 ഷീറ്റ് എടുക്കുകയാണ്. ഇപ്പോൾ നടുവിലൊരു മടക്ക് നമ്മൾ മടക്കിയിരുന്നില്ലേ, 2 A4 ഷീറ്റും ചേർത്തിട്ട്. ഈ നടുവിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്കെയിൽ വെച്ചിട്ട് ആ മടക്കിലൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് കീറിപ്പോവാതെ അതേ മടക്കിലൂടെ തന്നെ സ്കെയിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ അത് 2 പീസായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ. എന്നിട്ട് നമ്മൾ മുറിക്കാതെ വെച്ച രണ്ടാമത്തെ A4 ഷീറ്റില്ലേ, അതെടുക്കുക. അതിൻ്റെ നടുവിലുള്ള മടക്കില്ലേ, ആ മടക്കിലൂടെ പെൻസിൽ വെച്ചിട്ട് സ്കെയിൽ നേരെ പിടിച്ചിട്ട് ആ മടക്കിലൂടെ ഒരു വര വരയ്ക്കുക. അപ്പോൾ നമ്മളത് കീറുന്നില്ല, ആ മടക്കിലൂടെ ഒരു വര വരയ്ക്കുകയാണ് ചെയ്തത്. ആദ്യത്തെ A4 ഷീറ്റ് നമ്മൾ 2 ഭാഗങ്ങളായിട്ട് കീറെടുക്കുകയും ചെയ്തു. ഇപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പതാകയുടെ 3 കളറ് ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലൊരു പീസ് എടുത്തിട്ട് ഞാൻ അതിൽ പച്ച കളർ അടിച്ചിട്ടുണ്ട്. കീറാതെ വെച്ചതിൽ ഒരു സൈഡ് ഞാൻ നമ്മുടെ സാഫ്രൺ കളർ, കുങ്കുമ കളർ അടിച്ചിട്ടുണ്ട്. ക്രയോൺ ഉപയോഗിച്ച് നീറ്റായിട്ട് കളർ ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന A4 ഷീറ്റിൻ്റെ ആ പീസിലേക്ക് പേപ്പർ കപ്പിൻ്റെ അടിഭാഗം അമർത്തി വെച്ചിട്ട് പെൻസിൽ ഉപയോഗിച്ചിട്ട് ഒരു വൃത്തം വരയ്ക്കുക. എന്നിട്ട് ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് ആ റൗണ്ടിൻ്റെ നടുവിലൊരു ഡോട്ട് ഇടുക, ഒരു കുത്തിടുക. എന്നിട്ട് ആ കുത്തിലൂടെ വെർട്ടിക്കലായിട്ട് കുത്തനെ ഒരു വര വരയ്ക്കുക. പിന്നെ ഇതുപോലെ ചരിച്ചിട്ടൊരു വര വരയ്ക്കുക. ഇപ്പോൾ നമ്മൾ 2 വര വരച്ചു. ഇപ്പോൾ 4 ഭാഗമായിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ക്രോസായിട്ട് ഒരു വരയും കൂടി വരയ്ക്കാം. അതേപോലെ ഈ സൈഡിലും ഒരു വര വരയ്ക്കുക. നമ്മൾ വരച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ത്രികോണാകൃതിയിലുള്ള ഈ ഒരു ഭാഗമല്ലേ, ഏകദേശം ഒരു അളവ് വെച്ചിട്ട് 2 ഡോട്ട് വീതം ഇടുക. മുകളിലുള്ള പകുതിയുള്ള ആ ഒരു വൃത്തല്ലേ, അതിനുള്ളിൽ മാത്രം ഇട്ടത്, അടിഭാഗത്ത് ഇടേണ്ട ആവശ്യമില്ല. എന്നിട്ട് ആ ഡോട്ടിലൂടെ നമ്മൾ മറ്റേ ഭാഗത്തേക്ക് ജോയിൻ ചെയ്ത് വരയ്ക്കുക. ഇപ്പോൾ ഇത് നമ്മുടെ ദേശീയ പതാകയുടെ നടുവിലുള്ള അശോകചക്രം പോലെ ആയിട്ടില്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ പെൻസിൽ കൊണ്ട് വരച്ചിട്ടുള്ള ആ വരകളുടെ മുകളിലൂടെ നമ്മൾ ഈ ബ്ലൂ സ്കെച്ച് വെച്ച് വരയ്ക്കണം. കണ്ടില്ലേ? ഇപ്പോൾ ഇത് ഏകദേശം ഒരു അശോകചക്രത്തിൻ്റെ ആകൃതിയിലായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കളർ ചെയ്ത് വെച്ചിട്ടുള്ള ആ പച്ച കളറ് A4 ഷീറ്റിൻ്റെ ഭാഗമല്ലേ, അതിൻ്റെ ഒരു അരികിലായിട്ട് ഫുള്ളായിട്ട് നമ്മൾ ഈ ഫെവിക്കോള് അപ്ലൈ ചെയ്യുക. എന്നിട്ട് മറ്റേ A4 ഷീറ്റിൻ്റെ ആ കഷ്ണം, ആ വെളുത്ത ഭാഗം എന്ത് ചെയ്യുക? ഈ പച്ച നിറത്തിലുള്ള ഭാഗത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ലൈറ്റായിട്ട് പ്രസ് ചെയ്തിട്ട്
അവിടെ ഒട്ടിക്കുക. ഇപ്പോൾ ഇത് നമ്മുടെ ദേശീയ പതാകയുടെ ആ ഒരു രീതിയിലായിട്ടുണ്ട്. ആ പെർഫെക്ഷൻ ഒന്നും പ്രതീക്ഷിക്കരുത്, നമ്മൾ കൈകൊണ്ട് ചെയ്തതായതുകൊണ്ട്, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലായിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ താഴത്തെ ഭാഗം മുകളിലേക്ക് മടക്കി ലെവലാക്കി വെച്ചിട്ട് നടുവിൽ ലൈറ്റായിട്ട് പ്രസ് ചെയ്യുക. കറക്റ്റ് നടുഭാഗത്ത് പ്രസ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നമ്മൾ മുകളിലേക്ക് മടക്കി നല്ല ലെവലാക്കി വെച്ചിട്ട് ലൈറ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വീണ്ടും മടക്കുകയാണ്. എന്നിട്ട് മുന്നോട്ട് മടക്കുക. എന്നിട്ട് ഒരു തവണ കൂടി നമുക്ക് മടക്കാം. അത്രേ പറ്റുള്ളൂ. ഇതിലും കൂടുതൽ മടക്കാൻ നോക്കിയാൽ ചിലപ്പം ശരിയാവില്ല. അതുകൊണ്ട് ഇതിൽ വെച്ച് നമുക്ക് നിർത്താം. അത് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇപ്പം നമ്മൾ നിവർത്തി നോക്കിയാൽ അതിൽ നിറയെ മടക്കുകളാണ്. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള മടക്കുകളായിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ മടക്കുകളിലൂടെ നമുക്ക് വീണ്ടും മടക്കണം. ഒരു തവണ ഉള്ളിലേക്കും ഒരു തവണ ഇതുപോലെ പുറത്തേക്ക് മടക്കുക, വീണ്ടും ഉള്ളിലേക്ക് മടക്കുക. ആ മടക്കണ്ടല്ലോ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടില്ലേ, അത് എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഡയറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് ഉള്ളിലേക്കും പുറത്തേക്കും അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മടക്കിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു പനയോലയുടെയൊക്കെ ഒരു ഷേപ്പിലായിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ? ഇതുപോലെ മടക്കിയെടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ കറക്റ്റ് നടുഭാഗത്ത് വെച്ചിട്ട് മുകളിൽ ലെവലാക്കി വെച്ചിട്ട് ലെവലാക്കിയിട്ട് ആ നടുഭാഗത്ത് പ്രസ് ചെയ്യുക. നമ്മുടെ ഒരു വിശറിയൊക്കെ പോലെയല്ലേ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഡബിൾ സൈഡ് സ്റ്റിക്കറാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്റ്റേപ്ലർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഈ സാഫ്രൺ കളറുള്ള ഏരിയ ഒന്നെങ്കിൽ ഡബിൾ സൈഡ് സ്റ്റിക്കർ ആണെങ്കിൽ അത് ലൈറ്റ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുക, ഇല്ലെങ്കിൽ അവിടെ സ്റ്റാപ്പിൾ ചെയ്താലും മതി. അത് രണ്ടറ്റം ചേർത്തിട്ട് എന്നിട്ട് ഈ താഴെ ഭാഗം, ഈ പച്ച ഭാഗമല്ലേ, ആ ഭാഗത്ത് ഒരു സൈഡിൽ ഫുള്ളായിട്ട് പശ തേച്ചിട്ട് നമ്മുടെ ഐസ്ക്രീം കോലില്ലായിരുന്നോ, ഐസ്ക്രീം സ്റ്റിക്ക്, അതിൻ്റെ മുകളിലും രണ്ട് സൈഡിലും പശ തേച്ചിട്ട് ഇവിടെ ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. കണ്ടില്ലേ, ഏകദേശം ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് ആവുന്നില്ലേ. ഇപ്പോൾ ഡബിൾ സൈഡ് സ്റ്റിക്കറിന് പകരം സ്റ്റേപ്ലർ കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അശോക ചക്രം വരച്ച് വെച്ചിട്ടില്ലേ, ആ ഭാഗം കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുക. തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ മുതിർന്നവരുടെ സഹായം ചോദിച്ചിട്ട് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞാൽ മതി. എന്നിട്ട് ആ ഭാഗം ഫുള്ളായിട്ട് പശ വെച്ചിട്ട് കറക്റ്റ് സെൻറ്ററിൽ വൈറ്റ് കളറിൻ്റെ നടുവിൽ ഇത് ഒട്ടിക്കുക. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഒരു പൂവായിട്ടുണ്ട് ഇപ്പോൾ. കണ്ടോ? കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.